താരങ്ങൾക്കിടയിലൊരമ്പിളിയോ റസൂലുള്ളാഹ് ആമ്പൽ കൂളത്തിലെ താമരയോ സന്ധ്യാർക്കൻ മണ്ണിലിറങ്ങിയതോ ഹബീബുള്ളാഹ് വൈഡൂര്യ കുന്നിലെ മഞ്ചരിയോ. മിമ്പറിന്റെ മുകളിൽ നിന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും എന്നോട് പകരം വീട്ടാനുണ്ടെങ്കിൽ, ഞാൻ ആരെയെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായി ആരോടെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്നോട് പകരം വീട്ടേണമേ. ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ആ കാര്യം ബാക്കി വെക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഒരാളെയും ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും വേദനിപ്പിച്ചിട്ടില്ലാത്ത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹമല്ലാതെ സന്തോഷമല്ലാതെ പകർന്നു കൊടുത്തിട്ടില്ലാത്ത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സ്വഹാബിമാരോട് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും എന്നോട് പകരം വീട്ടാനുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തോളൂ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് അത് ബാക്കി വെക്കരുത്. അത് കേട്ട സ്വഹാബിമാർ അവരുടെ മുഖം കാൽമുട്ടുകൾക്കിടയിലേക്ക് അമർത്തുകയാണ്, തേങ്ങി തേങ്ങി കരയുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരൊറ്റ കാര്യം പറഞ്ഞപ്പോൾ സ്വഹാബിമാരുടെ തേങ്ങിക്കരച്ചിൽ കാരണത്താൽ മസ്ജിദുൻ നബവി ഒന്നാകെ ബഹളമയമാവുകയാണ്. അവിടെ ഒന്നാകെ കരച്ചിലിന്റെ ഈണം തങ്ങി നിൽക്കുകയാ. ആ സമയത്തല്ലേ ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നത്, നബിയേ എനിക്ക് അങ്ങയോട് പകരം വീട്ടണം. അല്ലെങ്കിൽ സ്വഹാബിമാരാകെ തകർന്നു പോയി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനം കേട്ടിട്ട്, നബി എന്തിനാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പകരം വീട്ടണമെന്ന് പറഞ്ഞത്? നബിയെ, എന്റെ വയറ്റത്തങ്ങ് ഒരു വടി കൊണ്ട് കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകുകയാണ്. ആ സ്വഹാബി പറഞ്ഞു, നബിയെ, അന്ന് എന്റെ വയറ്റത്ത് നിങ്ങൾ കുത്തിയ സമയത്ത് എനിക്ക് ശരീരത്തിൽ മേൽമുണ്ടുണ്ടായിരുന്നില്ല, തട്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ പുതച്ചിട്ടുള്ള തട്ടം അങ്ങ് മാറ്റണം. എന്നെ എങ്ങനെയാണോ അങ്ങ് കുത്തിയത് അതുപോലെ തന്നെ അങ്ങയുടെ വയറ്റത്ത് എനിക്ക് കുത്തണം. ഇതൊന്നും സ്വഹാബിമാർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നതല്ല. അവരെന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ആ സ്വഹാബിക്ക് തന്റെ വയറ്റത്ത് വടികൊണ്ട് കുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ശരീരത്തിൽ പുതച്ചിരുന്ന മേൽമുണ്ടെടുത്തുകൊണ്ട് മാറ്റുകയാണ്. ആ സ്വഹാബി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ചേർന്നു നിന്നുകൊണ്ട് ആ വയറ്റത്ത് അമർത്തി ചുംബിക്കുകയാ.